എ.വി. ജയശങ്കർ ചേരുകയാണ്. എ.വി. ജയശങ്കർ, ഈ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞു. ഈ രഞ്ജിതയുടെ 2 മക്കളെയും ആശ്വസിപ്പിക്കാൻ വീണ ജോർജ് ശ്രമിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും രഞ്ജിതയ്ക്കുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാണ് ഈ ആതുര ശുശ്രൂഷ രംഗത്ത് നഴ്സായി പ്രവർത്തിക്കുന്ന ഈ രഞ്ജിത ബ്രിട്ടനിലേക്ക് പോയത്. UK-യിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്ന രഞ്ജിത നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കടലാസുകളൊക്കെ വാങ്ങാനായി ബ്രിട്ടനിലേക്ക് പോയ യാത്രയാണ് അവരുടെ അവസാന യാത്രയെ കാലയവനികയ്ക്കുള്ളിലേക്ക് അവർ മടങ്ങുമ്പോൾ അവരുടെ അമ്മയും 2 കുട്ടികളും പുല്ലാട്ട് അനാഥരായി എന്നുള്ളത് നമ്മളെ മലയാളികളെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്നു. നമുക്ക് വേദനയായി, കണ്ണീരായി രഞ്ജിതയുടെ വീട് മാറുകയാണ്. എ.വി. ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, പുല്ലാട്ടെ വീട്ടിലെത്തി വീണ ജോർജ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിവരങ്ങൾ. SKN മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പാണ് രഞ്ജിതയുടെ പുല്ലാട്ടെ വീട്ടിലെത്തിയത്. നിലവിൽ രഞ്ജിതയുടെ മാതാവിനെയും ഒപ്പം തന്നെ മക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അത്രമാത്രം വൈകാരികമാണ് ഈ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ. കരച്ചിലല്ലാതെ മറ്റൊന്നും ഈ വീട്ടിൽ കാണാനില്ല. അവരെ സംബന്ധിച്ച് രഞ്ജിതയുടെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു. ആ മരണം ഏൽപ്പിക്കുന്ന ആഘാതം ഈ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയി വിദേശത്തേക്ക് നഴ്സിംഗ് ജോലിക്ക് പോയ ഒരു വ്യക്തിയാണ് രഞ്ജിത. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ആ വീട് തന്നെയായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ആ വീട് പണി പൂർത്തിയാക്കി മക്കളെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് രഞ്ജിത കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്നത്. മക്കളെയൊക്കെ സ്വന്തം കാലിൽ അധ്വാനിച്ചായിരുന്നു അവർ ഇത്രയും കാലം വളർത്തി വലുതാക്കുകയും ചെയ്തത്. അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അവസാനം കുറിക്കപ്പെടുന്നത്. അതൊക്കെയാണ്, ആ പ്രതീക്ഷകളൊക്കെയാണ് ഇല്ലാതാകുന്നത്. ഈ വീട് പണി ഈ മാസം തന്നെ പൂർത്തിയാക്കി പാലുകാച്ചൽ നടത്തി 2 മാസത്തിനുള്ളിൽ വീട്ടിൽ കയറി താമസിക്കണമെന്ന വലിയൊരു ആഗ്രഹം ഈ അവസാന വരവിലും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൊലിഞ്ഞിരിക്കുന്നു. ആ വിഷമമുണ്ട്. ആ മക്കൾക്ക് ഇനി ആരുമില്ല. അമ്മയാണ് ഏറ്റവും ഒടുവിൽ രഞ്ജിത മക്കളെ ഏൽപ്പിച്ചത്. അമ്മ ക്യാൻസർ രോഗിയാണ്. ഇനി കുട്ടികളുടെ ഭാവി എന്ത്? അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ വീട് കാണുമ്പോൾ തന്നെ SKN വലിയ നോവാണ്. നമുക്ക് മുന്നിലുണ്ടാവുന്ന 80% പണി പൂർത്തിയായി ഉടൻ തന്നെ കയറി താമസിക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി മരണം ഒരു വില്ലനായി വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് തന്നെ ഈ ബന്ധുക്കൾ ഗുജറാത്തിലേക്ക് DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലുള്ള സഹോദരൻ രതീഷ് ആയിരിക്കും ഗുജറാത്തിലേക്ക് തിരിക്കുക. വിദേശത്തുള്ള മറ്റൊരു സഹോദരൻ രഞ്ജിത്ത്, അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തുമെന്നും നമുക്ക് വിവരമുണ്ട്. എന്തായാലും വലിയ വേദനയാണ്, നോവാണ്. ആ കണ്ണീര് ഒപ്പാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത്. മക്കളെ ഉൾപ്പെടെ മന്ത്രി നിലവിൽ ആശ്വസിപ്പിക്കുകയാണ്. ആ മക്കൾക്ക് ഇപ്പോഴും തങ്ങളുടെ അമ്മ തങ്ങളെ വിട്ടുപോയി എന്ന ആ സത്യം അറിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. അവരിപ്പോഴും അമ്മ തിരിച്ചു വരും, അപകടം പറ്റിയെന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അമ്മ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ 2 കുരുന്നുകളും ഉള്ളത്. അവരുടെ കണ്ണിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ണീർ മാത്രം ഒഴുകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ ഈ വീട്ടിലൊക്കെ എത്തിയ ഘട്ടത്തിൽ ആ കുട്ടി അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നുമില്ല എന്നൊരു മറുപടിയാണ് നമ്മൾ നൽകിയത്. പക്ഷേ ആ മറുപടി ഒരർത്ഥമില്ലാത്തതായിപ്പോയി. അമ്മ അവരെ വിട്ടു പോയിരിക്കുന്നു. അതുതന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ആ മക്കൾക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. വൈകുന്നേരം മുതൽ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പിന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. ഇന്ന് വീണ ജോർജ് വീട് സന്ദർശിക്കുന്നു. കൂടുതൽ നേതാക്കൾ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, MLA-മാർ ഒക്കെയുള്ള ആളുകൾ വരും ദിവസങ്ങളിൽ ഈ വീട്ടിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ഇന്ത്യയുടെ ദുഃഖമാണ്, കേരളത്തിൻ്റെ ദുഃഖമാണ്. അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിൻ്റെ വലിയ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഓരോ ആളുകളും ഇങ്ങോട്ട് ഓടിയെത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എത്ര ആശ്വസിപ്പിച്ചാലും എത്ര ഇത് പകർന്നാൽ തന്നെയും അവരുടെ വലിയ നഷ്ടം, അവർക്ക് ആ കുട്ടികൾക്ക് 2 പിഞ്ചു കുട്ടികൾക്ക് അവരുടെ അമ്മ നഷ്ടമായിരിക്കുന്നു. അച്ഛൻ ഒന്നുമല്ല ഈ കുട്ടികളെ വളർത്തിയത്, അമ്മ തന്നെയാണ്. രഞ്ജിത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയിരുന്നു. അതിനുശേഷം ഈ കുട്ടികളെ ഈ രഞ്ജിത തന്നെയാണ് വളർത്തുന്നത്. അവരുടെ എല്ലാ കാര്യവും നോക്കുന്ന രഞ്ജിതയായിരുന്നു. അവർക്ക് സുരക്ഷിതമായൊരു കിടപ്പാടം, അത് തന്നെയായിരുന്നു രഞ്ജിതയുടെ ലക്ഷ്യം. മുമ്പ് ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്, സലാലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. പിന്നീട് ലണ്ടനിലേക്ക് തൊഴിലവസരം എത്തിയപ്പോൾ മക്കളെ അമ്മയെ ഏൽപ്പിച്ചാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത്. കഴിഞ്ഞ ദിവസം ഈ ഹെൽത്ത് സർവീസിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘാവധി നീട്ടുവാനാണ് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തിരിച്ചുവരവിൻ്റെ ഘട്ടത്തിൽ നാട്ടിൽ വീണ്ടും സ്ഥിരതാമസമാക്കണം, വീണ്ടും ഇവിടെ തന്നെ മക്കൾക്കൊപ്പം വീട് പണി പൂർത്തിയാക്കി ജീവിക്കണമെന്നൊരാഗ്രഹം രഞ്ജിത കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടും ഒക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ
ആ യാത്ര അത് അന്ത്യയാത്രയായിരിക്കുന്നു, അവസാന യാത്രയായിരിക്കുന്നു, ഇനിയൊരു മടങ്ങിവരവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് പിന്നിൽ മന്ത്രി വീണ കാണുന്ന ജോർജിന്റെ നെഞ്ചിൽ അമർന്ന് മകൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന കാഴ്ച പുല്ലാട്ടെന്ന് വരുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ 2 മക്കളിൽ ഒരാളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. മറ്റൊരു മകൻ കൂടിയുണ്ട്. മകനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ആശ്വാസവുമായി മന്ത്രി വീണ ജോർജ് അല്പം മുമ്പാണ് പുല്ലാട്ടെ വസതിയിൽ എത്തിയത്.